വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് ചീസ് ആൻഡ് കോൺ ഫിൽഡ് ഒരു ഈസി സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് ആദ്യം കോൺ എല്ലാം കൂടെ ചെറുതായിട്ടെല്ലാം അരിഞ്ഞ ഓണിയനും എല്ലാം കൂടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് എണ്ണയ്ക്കകത്ത് ഒന്ന് വരട്ടിയെടുക്കാം. നല്ലപോലെ ഒന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് 2 മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിക്കാവേ. ഇതൊരു 10 ബ്രെഡിനുള്ള ഇതാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് റെഡി ആവുന്ന ആ കോണും മുട്ടയും പിന്നെ സവാള എല്ലാം കൂടെ ഒന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ബ്രെഡെല്ലാം കൂടെ ഒന്ന് മൊരിച്ചെടുക്കാം. ഞാൻ ബട്ടർ തേക്കുന്നില്ല, നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമാണെങ്കിൽ ബട്ടറോട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ 10 ബ്രെഡും മൊരിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇന്ന് എനിക്കും ഉണ്ണിക്കുട്ടനും കല്യാണിക്കും ഡിന്നർ ഇതാണ്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ബ്രെഡ് എടുത്തത്. ഇനി നമ്മൾ ആ മുട്ട എല്ലാം കൂടെ അത് ചെയ്ത് വെച്ചേക്കുന്നതിലോട്ട് നമുക്ക് ചീസ് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കതിലോട്ട് കുറച്ച് വെജ് മയോണൈസ് ആഡ് ചെയ്യാവേ. നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽസ്മാൻ്റെ വെജ് മയോണൈസാണ്. അപ്പോൾ ഇതാണ് മയോണൈസ്. അതോടെ നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഞാൻ ഒരുപാട് ആഡ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് അങ്ങ് ലൂസായിട്ട് വേണ്ട ആ ഗ്രേവി ഉള്ളത്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മയോണൈസ് ഒഴിച്ചിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ബ്രെഡിലോട്ട് ആഡ് ചെയ്യാവേ. മുരിച്ച് വെച്ച് ബ്രെഡിലോട്ട് എടുക്കാം. ഇതിലോട്ട് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഗ്രേവി, ചീസ്, കോൺ, ഓണിയൻ എല്ലാം കൂടെ പിന്നെ മയോണൈസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് റെഡിയാക്കിയ ഗ്രേവി എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ ഉണ്ണിക്കുട്ടൻ ഇന്ന് ഒരു കട്ട്ലേറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട് കഴിക്കാൻ. അപ്പം അതിൽ നിന്നൊരു കട്ട്ലേറ്റ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു സാൻഡ്വിച്ചിനകത്ത് ഞാൻ ഗ്രേവി വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ കട്ട്ലേറ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. കല്യാണിക്ക് പിന്നെ വലുതായിട്ട് കട്ട്ലേറ്റ് ഒന്നും താല്പര്യമില്ല, അതുകൊണ്ട് പിന്നെ അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അവൾക്കൂടെ ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ അവളും വഴക്കുണ്ടാക്കും. ഇതെന്തെങ്കിലുമൊക്കെ വലിയ താല്പര്യമില്ലാത്തതാണ്, അതുകൊണ്ട് അവന് ഞാനത് വെച്ച് കൊടുത്തിട്ട് അത് സൈഡിലോട്ട് മാറ്റി വെച്ചേ. അപ്പോൾ ഇത് ഉണ്ണിക്കുട്ടനുള്ളതാണ്. ഉണ്ണിക്കുട്ടനെ ഒന്നുകൂടെ റെഡിയാക്കാനുണ്ട്. അതുകൂടെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇതേ കണ്ടോ, അടുത്തത് അതുപോലെ തന്നെ ഫില്ല് ചെയ്ത്. അതിൽ ഞാൻ കട്ട്ലേറ്റ് വെച്ചിട്ടില്ല, കാരണം കല്യാണിക്ക് കട്ട്ലേറ്റ് വേണ്ട. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചീസി കോൺ സാൻഡ്വിച്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണേ. ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ ഡിന്നറിന് ചോറ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല, ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാവേ. ഇപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ഇത്രയും ദിവസം എക്സാം, ഹോംവർക്ക് അങ്ങനെയുള്ളൊരു ഇതുള്ളതുകൊണ്ട് നമ്മൾ സാറ്റർഡേസ് ആണ് സ്പെഷ്യൽസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കൊണ്ടുവരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ, ടേക്ക് കെയർ.